കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളിൽ ആരാവണമെന്ന് ചോദിക്കുമ്പോൾ പൊതുവായി കേൾക്കുന്ന ഉത്തരം എന്താവെന്ന് നിങ്ങൾക്കറിയാലോ. യൂഷ്വൽ വൈറ്റ് കോളർ ജോബ്സ്. കഴിഞ്ഞ ദിവസം ഒരു മിടുക്കം പറഞ്ഞ വെറൈറ്റി കരിയറാണ് ഗ്രീൻ കളക്ടർ. പിന്നെ ഈ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റൊന്നിലും കിട്ടാത്ത സന്തോഷം ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മളെ പച്ചക്കറി നമുക്കൊരു ഫലം തരുമ്പോണ്ടല്ലോ, അത് പൊടിച്ചു നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു എനർജിയാണ് നമുക്ക്. സ്ക്രീൻ ടൈം പരമാവധി കുറക്കാൻ പറ്റുന്നുണ്ട്, മറ്റു ലഹരിയിലേക്ക് പോകാതിരിക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഇങ്ങനെ ലഹരിയാക്കി കൊണ്ടെടുക്കാനാണ് എനിക്ക് ഇഷ്ടം. പയർ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് വിളവാണ് നേരത്തെ ഇത് കായ് വരുന്ന കുറച്ച് മുമ്പായി നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കണം. നമുക്ക് ഏത് സീസണിലും കൃഷി ചെയ്യാം. അപ്പൊ നമ്മൾ മഴക്കാലത്താണ് കൃഷി ചെയ്തിട്ടുള്ളത്. ഇതിന് അതുപോലെ വേനൽക്കാലത്തൊക്കെ നമ്മൾ കൃഷി ചെയ്യാം. ഇതിന് സീസൺ ഇല്ല പ്രത്യേകിച്ച്. ഉണ്ട്. ഈ പച്ച കളറിലുള്ളത് പറയുന്നത് മീറ്റർ പയറാണ്. പക്ഷെ ഇത് അർക്കമംഗള എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അങ്ങനെ 2 വെറൈറ്റിയാണ് നമ്മൾ കൃഷി ചെയ്തത്. തുടങ്ങിയത് പറയുമ്പോൾ ഒരു 2ാം ക്ലാസ്, ഒരു 7 വയസ്സ് അവരെല്ലാം നമ്മൾ വളർത്തുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കുന്നത് അതിന്റെ ബ്രീഡ് ഡെവലപ്പിംഗ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാല് ഞങ്ങൾ ആദ്യം തന്നെ പശുക്കുട്ടികളൊന്നും നിർത്തിയുന്നില്ല. ഇത് ഈ പറമ്പൊക്കെ നമ്മൾ തന്നെയാണോ? അല്ലല്ല, ഇത് പാട്ടത്തിന് അടുത്താണ്. പഞ്ചാബിൽ നിന്ന് ഒരു ഡോക്ടർ വന്നു. അപ്പൊ ആ ക്ലാസ് കേട്ടപ്പോഴാണ് മനസ്സിലായത് നമ്മൾ കുട്ടികളെയാണ് പരമാവധി വളർത്താൻ ശ്രമിക്കേണ്ടത്, ഒരിക്കലും ഒഴിവാക്കാതെ. കാരണം വെച്ചാല് ഈ പശുക്കുട്ടിന്റെ തള്ളനെ കാട്ടി 20% പാലുൽപാദനം കൂടുതലുണ്ടാവും. ഒരു കളക്ടർ ആവാനാണ് ആഗ്രഹം, ഒരു ഗ്രീൻ കളക്ടർ ആവാനാണ് എന്റെ ആഗ്രഹം. ഗ്രീൻ കളക്ടർ എന്ന് പറഞ്ഞാല് ഈ പാടൊക്കെ സംരക്ഷിക്കണം. ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് പല ഉദ്യോഗസ്ഥന്മാരും ഈ പാടം തൂർക്കണീനും ഭൂമി നശിപ്പിക്കണീനൊക്കെ കൂട്ടി. നിഷാദ് ഇതിനകം തന്നെ മലയാളക്കരയിൽ ഫേമസ് ആയിട്ടുണ്ട്. എത്ര ചടുലമായാണ് അവൻ കൃഷി അനുഭവം പങ്കുവെക്കുന്നത് അല്ലേ. അഗ്രികൾച്ചർ കോഴ്സ് പഠിച്ചവരെ വെല്ലുന്ന രീതിയിലുള്ള ആഴത്തിലുള്ള അറിവ്. ചോദ്യങ്ങൾക്കൊക്കെ മണി പോലെ ഉത്തരങ്ങൾ റെഡിയാണ്. കാണാതെ പഠിക്കുന്നതും ചെയ്തു പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാണ് അല്ലേ. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ. ഇനി എന്നാണാവോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇതൊക്കെ വരുന്നത്. ബിൻഷാദിന്റെ രക്ഷിതാക്കളെ ഈ അവസരത്തിൽ അഭിനന്ദിക്കാതെ വയ്യ. കാരണം മോൻ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ കൃഷി കൊണ്ടൊന്നും രക്ഷയില്ല, അല്ലെങ്കിൽ ഞാനോ കൃഷിക്കാരനായി പോയി, എൻ്റെ മക്കളെങ്കിലും പഠിച്ച് നല്ല ജോലിയിൽ എത്തണം എന്നൊന്നും പറഞ്ഞ് മോനെ തടഞ്ഞില്ലല്ലോ. കൃഷിയാണ് എൻ്റെ ലഹരി എന്ന് ആ പൊന്നുമോൻ പറയുമ്പോൾ അത് നമുക്കൊക്കെ വ്യക്തമായ സൂചനയല്ലേ നൽകുന്നത്. ലഹരിക്കെതിരെ ആണ്ടിലൊരിക്കൽ പ്രതിജ്ഞയും സെമിനാറും ഒക്കെ നടത്തിയാൽ എല്ലാം ആയോ? ഇതുപോലെ എന്തേലും ഒരു ലഹരി അനുഭവം വീട്ടിലോ സ്കൂളിലോ കുട്ടികൾക്ക് നൽകണ്ടേ? എല്ലാവരെയും കൃഷിക്കാരനാക്കാൻ പറ്റുമോ എന്നല്ലേ നിങ്ങളെ സംശയം? മൊബൈൽ ഫോൺ ഇന്ന് ഭൂരിഭാഗം പേരുടെയും ജീവിതത്തിന്റെ ഭാഗമല്ലേ. അതുപോലെ കൃഷിയെയും കൂടെ കൂട്ടാൻ നമ്മൾ തയ്യാറായാൽ മക്കളും കൂടെ കൂടിക്കോളും. ചെറിയ പ്രായത്തിൽ തന്നെ ഇതൊക്കെ പരിചയപ്പെടുത്തണം എന്ന് മാത്രം. വീട്ടിലെല്ലാവരും കൂടണം എന്നല്ല, ഒരാളെങ്കിലും, അതുമല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ഇടങ്ങളിൽ സഹായിയായി പോവാൻ പ്രോത്സാഹിപ്പിച്ചാലും മതി. ചില വിദേശ രാജ്യങ്ങളിൽ നടിയിൽ അല്ലെങ്കിൽ വിളവെടുപ്പ് സമയങ്ങളിലൊക്കെ യൂണിവേഴ്സിറ്റി കുട്ടികൾ കൂടുന്നത് കണ്ടിട്ടുണ്ട്. അതിനവർക്ക് പ്രത്യേകം മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെറുതെ ഒരു ദിവസം പോയി കണ്ണിപ്പൊടി വിടുന്ന പരിപാടിയൊന്നും അല്ല അത്. എല്ലാവരും ഒരേ കൃഷി ചെയ്യണം എന്നും ഇല്ലല്ലോ. സമയവും സൗകര്യവും അനുസരിച്ച് തിരഞ്ഞെടുക്കാൻ കൃഷിയിൽ തന്നെ എന്തോരം വെറൈറ്റികൾ ഉണ്ടെന്നാ. വെജിറ്റബിൾ ഫാമിംഗ്, ഫ്രൂട്ട് ഫാമിംഗ്, കോഴി വളർത്തല്, കന്നുകാലി വളർത്തല്, മത്സ്യകൃഷി, കൂൺ കൃഷി, തേനീച്ച കൃഷി, ഇതിലേതെങ്കിലും ഒന്നിൽ താല്പര്യം ഇല്ലാതിരിക്കോ? ഇതിലല്ലെങ്കിൽ പോട്ടെ, കൃഷി ഉൽപ്പന്നങ്ങളിൽ നിന്നും പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവൂലേ. ഈ അച്ചാറ്, ജാമ്, അതുപോലെ അരിപ്പൊടി, മസാലപ്പൊടി, അങ്ങനെയൊക്കെ. ഇനി ഇതും അല്ലെങ്കിൽ സൈക്ലിങ്, യോഗ, മാരത്തോൺ നടത്തം, മ്യൂസിക്കലെ ആർട്ട് റിലേറ്റഡ് ക്ലബ്സ്, ഇതിലൊക്കെ ഇൻവോൾവ് ആകുന്നതിലൂടെ ഒരു മോണിറ്ററി റിവാർഡ് കിട്ടുന്ന രീതിയിൽ വേണം പഞ്ചായത്ത് അല്ലെങ്കിൽ വാർഡ് തലത്തിൽ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ. അങ്ങനെ വരുമ്പോൾ ഓരോ വാർഡും ചെറിയ രീതിയിലൊക്കെ സെൽഫ് സഫിഷ്യൻ്റ് ആവും, എല്ലാവരും ബിസി ആവും. ഇതൊക്കെ തന്നെ ലഹരിയും ആവും. ന്യൂജൻ കുട്ടികൾ അവകാശങ്ങളെപ്പറ്റി മാത്രം സംസാരിക്കുന്നു, ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല എന്നുള്ള പ്രശ്നവും പരിഹരിക്കപ്പെടും. എന്താ നിങ്ങളുടെ അഭിപ്രായം?